ജീവൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. ये 3 दिन की आल सभाओं के दरमियान हम यीशु मसीह के द्वारा आल किस प्रकार आल जीवन प्राप्त करेंगे उसके विषय में आल मैं आपके साथ आल बात करना चाहता हूँ. ഓക്കെ, എന്താണ് ജീവൻ? നാം എങ്ങനെയാണ് അത് പ്രാപിക്കേണ്ടത്? जीवन क्या है और हम उस जीवन को आल कैसे प्राप्त करेंगे? നമ്മൾ സാധാരണ ഈ ചോദ്യം ചോദിക്കാറുള്ളത് അങ്ങനെയല്ല. आमतौर पर സാധാരണ ഈ ചോദ്യം ഇങ്ങനെയല്ല. सवाल को आल करते हैं. നിങ്ങൾ വീണ്ടും ജനിച്ചോ എന്നാണ് ആ ചോദ്യം. നിങ്ങൾ വീണ്ടും ജനിച്ചോ എന്നുള്ളതാണ് സാധാരണ നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അത് വേറെ രീതിയിൽ ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കുന്നുണ്ടോ എന്ന്. मैं आज रात्रिकाल आपसे पूछना चाहता हूं, नया जन्म प्राप्त करने के बाद क्या आप लोग आल मसीह की आल जीवन को अनुभव करते हो? നമുക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം, ഈ വീണ്ടും ജനനം അല്ലെ രക്ഷയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സുവിശേഷത്തിൽ യോഹന്നാൻ പറഞ്ഞ ആ വീണ്ടും ജനനത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകാറില്ല. हम कई बार आल नया जन्म के बारे में सोचते हैं तो हमारा आल समाज में ये गड़बड़ी होता है कि जिस प्रकार यूहन्ना ने आल नया जन्म के विषय में बताया उसकी ओर हम नहीं सोचते हैं. സാധാരണ റോമാലേഖനത്തിലുള്ള ഒരു വാക്യമാണ്, യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവവനെ മരിച്ചോട് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. ഇതാണ് നമ്മൾ സാധാരണ പറയുന്ന വാക്യം. हम आम तौर पर रोमियो की पत्री 10 अध्याय से हम कोट करते हैं कि आल यीशु मसीह को तुम्हारा आल मुक्तिदाता और प्रभु के रूप में ग्रहण करने से तुम उद्धार पाएगा. പക്ഷെ ശരിക്കും വീണ്ടും ജനനത്തെ കുറിച്ച് പഠിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. लेकिन आल नया जन्म के विषय में हमें आल सच में यूहन्ना की आल सुसमाचार से सीखना चाहिए. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാല്, मैं इस प्रकार आज रात्रिकाल आपके सामने कहने का मतलब क्या है? വീണ്ടും ജനിക്കുന്നത് ഒരു ജീവൻ നമ്മളിൽ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. नया जन्म का अनुभव प्राप्त करने का मतलब क्या है? उस समय हमारे भीतर एक नया जीवन प्रवेश होता है. ആ പുതിയ ജീവൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. इसलिए जरूरी है कि ये नया जीवन, ये नया जन्म क्या है करके हमें समझना है. ഓക്കെ, ആ പുതിയ ജീവൻ എന്താണ്, അതെങ്ങനെയാണ് നാം പ്രാപിക്കുന്നത് എന്ന് യോഹന്നാൻ വളരെ വിശദമായി പഠിപ്പിക്കുന്നു. और इसलिए यूहन्ना उनकी सुवार्ता के अंदर इस जीवन को हम कैसे प्राप्त करते हैं करके बराबर बताया है. അതുകൊണ്ട് നമ്മൾ ഈ 3 ദിവസങ്ങളിൽ സംസാരിക്കുന്നത് വീണ്ടും ജനനത്തെ കുറിച്ച് മാത്രമല്ല, ആ വീണ്ടും ജനിച്ച ഒരാൾക്ക് ലഭിക്കുന്ന ജീവനെ കുറിച്ചും കൂടിയാണ്. और इन दिनों में ये 3 दिन के अंदर हम लोग केवल नया जन्म के बारे में केवल नहीं, बाकी उसके साथ प्राप्त होने वाला अन्य आशीषों के ऊपर भी आल बात करेंगे. നമ്മൾ സാധാരണഗതിയില് ഈ വീണ്ടും ജനിച്ചു എന്നുള്ളത് ഒരു ദിവസം നടന്ന ഒരു കാര്യം, പിന്നെ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നുള്ള അവസ്ഥയിലാണ് മിക്കവാറും ആൾക്കാരും ഉള്ളത്. और ज्यादातर हमारे समाज में क्या होता है कि एक बार हमने आल नया जन्म पाया है, इसलिए आल यूं ही आल काफी लोग जीवन बिताते हैं. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ജീവൻ എന്ന് നമുക്ക് നോക്കാം. आइए हम देखते हैं ये जीवन क्या है, नया जन्म क्या है. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും ജനനം എന്നുള്ള വിഷയമൊക്കെ ഒരു ബൈബിൾ സ്റ്റഡിയിൽ ഇന്നിപ്പോ പറയുന്നത്. शायद आप लोग सोच रहे होंगे आज रात्रिकाल इस बाइबल स्टडी के माध्यम से मैं नया जन्म के विषय में क्यों आल बात करना चाहता है. അതിനൊരു കാരണമുണ്ട്. इसके लिए एक कारण है. എന്താന്ന് ചോദിച്ചാല്, നമ്മൾ സാധാരണഗതിയില് ഈ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്.
क्योंकि आमतौर पर जब हमारे समाज में उद्धार के विषय में बात करते हैं या चर्चा करते हैं तो हमारे सामने एक प्रॉब्लम उभर कर आता है। ശരിക്കും വീണ്ടും ജനനം എന്ന വിഷയം നമ്മുടെ ഇപ്പോഴത്തെ പഠിപ്പിക്കലുകളുടെ അജണ്ടയിൽ ഒന്നുമില്ല. क्योंकि आजकल हमारी आल सभाओं के अंदर नया जन्म के ऊपर आल ज्यादा बात नहीं करते हैं। നമ്മൾ ശരിക്കും വീണ്ടും ജനനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാപങ്ങളിൽ നിന്നുള്ള ഒരു തിരിയലാണ്. പാപ ജീവിതം ഉപേക്ഷിച്ച് നല്ല ജീവിതത്തിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ശരിക്കും വീണ്ടും ജനനം എന്ന് പറയുന്നത്. हम नया जन्म के विषय में इस प्रकार समझते हैं कि एक व्यक्ति एक आदमी पाप का मार्ग छोड़कर एक अच्छा जीवन के लिए अच्छा जीवन व्यतीत करने के लिए अपने आप को समर्पण करता है। ശരിക്കും രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചോദിക്കും, നിങ്ങൾ മാനസാന്തരപ്പെട്ടോ, നിങ്ങളുടെ പഴയ വഴികൾ ഉപേക്ഷിച്ചോ, നിങ്ങൾ പുതിയൊരു വഴിയിലേക്ക് കയറിയോ? ഇതാണ് സാധാരണഗതിയിൽ ആളുകൾ ഉദ്ദേശിക്കുന്നത്. तो उद्धार आल पाने का मतलब क्या है? आपने मन फिराया है या आपने आपकी आल पुराना मार्गों को पुरानी आदतों को आपने छोड़ दिया है क्या? ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കും അത് മതിയല്ലോ, അതല്ലേ ചോദിക്കേണ്ടത്. മാനസാന്തരപ്പെട്ട് നിങ്ങൾ പഴയ വഴികൾ ഉപേക്ഷിച്ച് പുതിയ വഴിയിലേക്ക് പ്രവേശിച്ചോ, അല്ലെങ്കിൽ എന്താ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ സ്വീകരിച്ചോ, ഇതല്ലേ വേണ്ടത് നിങ്ങൾ ചോദിക്കുമായിരിക്കും. और शायद हम सामने वाले को इस प्रकार जवाब देंगे, यही काफी है, मैंने उद्धार पाया है और मेरा आला पुराना आला मार्गों को मैंने छोड़ दिया है। പക്ഷെ രക്ഷ എന്ന് പറയുന്നത് ആ ഒരു കാര്യമല്ല, അത് മാത്രമല്ല. लेकिन आल वचन के अनुसार उद्धार इन बातों में आल सीमित नहीं है। കാരണം ഈ മാനസാന്തരം എന്ന് പറയുന്ന രക്ഷയുടെ ഒരു ഭാഗം മാത്രമാണ്. क्योंकि ये मन बदलने का या मन फिरने का ये अनुभव उद्धार का एक छोटा सा हिस्सा है। നമ്മൾ സാധാരണ ഒത്തിരിയുടെ നല്ലപോലെ വേദശാസ്ത്രപരമായിട്ട് അക്കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അതിങ്ങനെയായിരിക്കും: യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, എന്റെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു, ഞാൻ രക്ഷപ്പെട്ടു. ഇത്രയും നമ്മൾ സാധാരണ പറയുന്നത്. थियोलॉजिकली यदि हम इसके ऊपर विचार करेंगे तो इसका मतलब क्या है? यीशु मसीह आल मेरे पापों के खातिर क्रूस पर बलिदान हुआ और उसका आल मृत्यु के द्वारा मुझे मेरे पापों से आल मुक्ति मिला है। പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പാപത്തെ കുറിച്ചൊരു മാനസാന്തരം ഉണ്ടായാൽ അത് മതി എന്നുള്ളതാണ്. तो इसलिए हम कई बार सोचते हैं कि पाप के विषय में हमारा आल मन बदलना, मन फिरना काफी है। പക്ഷെ അതൊന്നുമല്ല, അത് പോരാ. लेकिन ये काफी नहीं है। നമുക്ക് എന്താണ് മിസ്സായി പോകുന്നത്? हमने आल किस बात को हमने छोड़ दिया है? നമ്മൾ സുവിശേഷത്തിന്റെ നേരെ പകുതി മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പൂർണ്ണമായ വിടുതലിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല. तो हमारे जीवन में क्या होता है कि हम सुवार्ता का, सुसमाचार का आधा सा बातों को हम लोग समझ कर रखे हैं, इसलिए हमारी आल जीवन के अंदर, आत्मिक जीवन के अंदर कई बार आल छुटकारे का कार्य पूरा नहीं होता है। ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ പാപ അവസ്ഥ എന്താണെന്നുള്ളതാണ്. सबसे पहले ये जरूरी है कि हमें समझना है हमारी आल पाप की अवस्था क्या है। പാപ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഒരു മരണാവസ്ഥയാണ്. पाप में जीवन बिताने का मतलब है वो मृत्यु के जैसे है, मृत्यु के बराबर है। ഓക്കെ, ഈ മരണം എവിടെയാ സംഭവിച്ചത്? ये मृत्यु आल कहां पर हुआ है? ഈ മരണം സംഭവിച്ചത് നമ്മുടെ ആത്മാവിലാണ്. ये मृत्यु का जो अवस्था जो है हमारी आत्मा में हुआ था। അത് പണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചതാണ്. हम जानते हैं ये मृत्यु का घटना एदन की वाटिका में हुआ था। എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. मुझे सुनने वाले सभी लोग एदन की आल वाटिका की आल घटना से आल अनजान नहीं है, ऐसा मैं समझता हूँ। അവിടെ ആദവും ഹവ്വയും ഭാര്യ ഭർത്താക്കം, രണ്ട് ആദിമ പുരുഷനും സ്ത്രീയും അവിടെ ജീവിച്ചു വന്നപ്പോൾ हमारे आदि माता पिता आदम और हव्वा जब एदन की वाटिका में रहता था, അവരെ
ദൈവത്തെ മാത്രം അറിഞ്ഞാ ജീവിച്ചത്. അവർക്ക് വേറെ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ സ്കൂൾ ഉണ്ടായിരുന്നില്ല, മനസാക്ഷിയിലൊന്നും അറിയത്തില്ലായിരുന്നു. അവരാകെ ദൈവത്തെക്കുറിച്ച് മാത്രം അവർക്ക് അറിയാമായിരുന്നുള്ളൂ. और हम जानते थे कि आदि आदि के दिनों में, आरंभ के दिनों में उनके पास परमेश्वर के सिवाय और दूसरी कोई भी बातों का जानकारी नहीं था. അപ്പൊ ദൈവത്തെ അറിഞ്ഞാണ് അവർ ജീവിച്ചത്. ദൈവത്തെ മാത്രം അവർക്ക് അറിയാമായിരുന്നുള്ളൂ, വേറെ ഒന്നിനെ കുറിച്ച് അറിയാൻ വയ്യായിരുന്നു. इसलिए वे दोनों परमेश्वर को जानकर जीवन बिताते थे और परमेश्वर के अलावा दूसरा कोई भी बातों का जानकारी उनके पास नहीं था. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിന് എന്താ അറിയാവുന്നേ? हम जानते हैं जब एक बालक का जन्म होता है उसको कौन सी बातों का जानकारी रहता है? ഒന്നും അറിയത്തില്ല. वो बालक कुछ भी नहीं जानता है. പക്ഷെ പതുക്കെ പതുക്കെ ആ കൊച്ച് അമ്മയെ അറിയാൻ തുടങ്ങും. परंतु देखिए धीरे धीरे वो बालक, नया जन्म लिया हुआ वो बालक उनकी मम्मी को जानने लगता है. അമ്മയുടെ ജീവിതവുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഈ കുഞ്ഞു വളർന്നു വരുന്നത്. और धीरे धीरे वो छोटा सा बालक अपनी माँ के साथ वो जीवन बिताने लगता है. അവനോ അവളോ ലോകത്തെ കാണുന്ന മുഴുവൻ അവന്റെ അമ്മയിലൂടെയാണ്. वो लड़का हो लड़की हो, वे दोनों अपने मम्मी के द्वारा संसार को देखते हैं, संसार की बातों का जानकारी प्राप्त करते हैं. അതുപോലെയായിരുന്നു ആദവും ഹവ്വയും. इसी प्रकार थे आदम और हव्वा एदन की वाटिका में. ദൈവത്തിന് വെളിയിൽ അവർക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. उनके उन दोनों के पास परमेश्वर के अलावा दूसरा कोई भी जानकारी नहीं था. എല്ലാത്തിനും അവർക്ക് ദൈവത്തെ ആവശ്യമായിരുന്നു. ദൈവം പറയാതെ അവർക്ക് ഒരു അറിവും ഒന്നിനെ കുറിച്ചും ഇല്ലായിരുന്നു. उनकी जीवन के अंदर हर बात के लिए परमेश्वर जरूरत था. परमेश्वर की उपस्थिति को वे लोग चाहते थे. ഓക്കെ, അങ്ങനത്തെ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും നമുക്ക് ദൈവം കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. तो इस प्रकार का एक अवस्था या अनुभव के बारे में जरा सोच कर देखो. परमेश्वर के बिना हम एक पल भी जी नहीं सकते हैं या कोई भी काम हम नहीं कर सकते हैं. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുമോ? इस प्रकार का अवस्था क्या हमारा जीवन में पैदा होता है? എപ്പോഴും ദൈവത്തിന്റെ അടുത്തിരുന്ന് ദൈവം പറയുന്ന കേട്ടുകൊണ്ട് അത് മാത്രം അറിഞ്ഞുകൊണ്ട് വേറെ ഒന്നും അറിയാതെ അങ്ങനെ ഒരു കുഞ്ഞായിട്ടിരിക്കാൻ പറ്റുമോ? हर समय परमेश्वर के करीब रहना है और परमेश्वर की बातों को सुनकर जीवन बिताना है. ऐसा एक अनुभव क्या हम प्राप्त कर सकते हैं? പറ്റുമോ ഇല്ലയോ? क्या ये हो सकता है? नहीं हो सकता है. അറിയാൻ വയ്യ, പക്ഷെ ഭയങ്കര പാടാന്ന് മാത്രം അറിയാം. तो इस प्रकार का जीवन बिताना हमारे लिए बहुत कठिन का काम होता है. കേൾക്കുന്നുണ്ടോ? കേട്ടായിരുന്നോ? yes yes. ഭയങ്കര പാടാണ് മാത്രം നമുക്കറിയാം. ഇങ്ങനെ പക്ഷെ ആദവും ഹവ്വയും എപ്പോഴും അങ്ങനെയായിരുന്നു, ദൈവത്തിന്റെ പ്രസൻസിൽ തന്നെയാണ് ജീവിച്ചത്. लेकिन देखिए आदम और हव्वा वे दोनों परमेश्वर की उपस्थिति में समय बिताते थे. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോ പിശാച് അവിടെ വന്നു. और ऐसे में एक दिन देखिए शैतान वहां पर आ गया, प्रवेश हुआ. അപ്പൊ ആദവും ഹവ്വയും പിള്ളേരായിട്ട് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവം പറയുന്ന മാത്രം കേട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിശാച് അവിടെ വരുന്നത്. आदम और हव्वा जब इसी प्रकार छोटे बच्चों के समान परमेश्वर की बातों को सुनकर जीवन बिताते थे तो उनके बीच में शैतान प्रवेश हुआ. അപ്പൊ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയായിരുന്നു? परमेश्वर का जानकारी कैसे प्राप्त करते थे? ഓക്കെ, അപ്പോൾ സാത്താൻ മനസ്സിലായി, ഇവന് ദൈവവുമായിട്ടുള്ള ബന്ധം കളയണമെങ്കിൽ അവന്റെ ആത്മാവ് പ്രവർത്തിക്കരുത്. तो शैतान को तब पता चला है परमेश्वर के साथ ये दोनों का रिश्ता अगर तोड़ना है, टूटना है तो
आल उसकी आत्मा में आल मृत्यु को आल पहुंच जाना है, मृत्यु का वो अनुभव देना है। പക്ഷെ അവർക്ക് ആത്മാവില്ലാതെ ജീവിക്കാനും പറ്റത്തില്ല. लेकिन ये भी सच है कि आत्मा के बिना आल इंसान जीवन नहीं बिता सकते हैं। ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ആത്മാവില്ല എങ്കിൽ അവർ മരിച്ചു. तो आत्मा, अगर आत्मा के बिना है तो वे दोनों आल मर जाएंगे। അപ്പൊ സാത്താൻ ഒരു പരിഹാരം ഒപ്പിച്ചു കൊടുത്തു. तो इसके लिए शैतान उनके सामने एक उपाय रख दिया। എന്തായിരുന്നറിയോ? നിങ്ങൾക്ക് ആത്മാവില്ലാതെ ജീവിക്കാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞാൽ മതി. तो आत्मा बिना तुम दोनों जीवित रहना चाहते हैं तो क्या करना है? अच्छाई, भलाई और बुराई का अलग ज्ञान के विषय में तुम दोनों को सीखना है, जानना है। ഓക്കെ, അപ്പോൾ ഈ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നത് ആത്മാവിലല്ല, അത് പ്രാണനില്ല, നമ്മുടെ ബുദ്ധിയില്ല. देखिए, भलाई और बुराई का ज्ञान जो है हमारी आत्मा के द्वारा प्राप्त नहीं होता है, परंतु हमारा प्राण में अर्थात हमारा बुद्धि में उसका ज्ञान हम प्राप्त करते हैं। അപ്പൊ സാത്താന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാവിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നിർത്തിയിട്ട് പ്രാണനിൽ നന്മ തിന്മകളെ അറിഞ്ഞ് സ്വന്തമായൊരു ജീവൻ ജീവിക്കും. ദൈവമായിട്ടുള്ള ബന്ധം പോകണം. तो देखिए, शैतान उनके सामने क्या प्रस्ताव रखा है? तुम्हारी आत्मा के द्वारा तुम दोनों आल परमेश्वर के साथ संगति करते हैं, इसलिए मैं क्या करूंगा, वो आल कदम करके आल तुम्हारा प्राण के द्वारा भलाई और बुराई का ज्ञान को आल जानकारी देकर तुम अकेला अपने में जीवन आल बिताने के लिए मैं तुमको आल काबिल बनाऊंगा। അപ്പൊ കർത്താവോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ മരിക്കും, പിന്നെ ആത്മാവിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല. इससे पहले यहोवा परमेश्वर ने उनको बताया था, जिस दिन तुम भलाई और बुराई का वृक्ष का फल खाओगे उस दिन तुम दोनों मर जाएगा और तुम्हारी आत्मा के द्वारा मेरी आत्मा के साथ तुम संगति और संपर्क नहीं कर सकोगे। ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു. ഈ പഴം കഴിച്ചാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, പഴം കഴിച്ചാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് പിന്നെ ഈ ദൈവമായിട്ട് ബന്ധമില്ല, പിന്നെ എല്ലാം നമ്മുടെ ബുദ്ധിയിലാണ് പരിപാടി. तो इस प्रकार का एक चेतावनी परमेश्वर उनको पहले से दिया था, जीवन का वृक्ष का फल जिस दिन तुम खाओगे उस दिन तुम मर जाएगा और उसके बाद तुम दोनों मेरे साथ संपर्क नहीं कर सकोगे। അപ്പോ ഇത് നോക്കിയേ, നമ്മുടെ രണ്ട് തരത്തിൽ നമുക്ക് ജീവിക്കാം, അല്ലെ? രണ്ട് തരത്തിൽ ജീവിക്കാം. तो देखिए, इसका मतलब क्या है? हम आल दो प्रकार का जीवन जिंदगी हम बिता सकते हैं। ഒന്നുകിൽ ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവം പറയുന്ന കേട്ട് ആത്മാവിൽ ജീവിക്കാം, या तो परमेश्वर का संतान बनकर परमेश्वर की बातों को मानकर जीवन बिताओ, അല്ലെങ്കിൽ ആത്മാവിനെ വിട്ടിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് നന്മ തിന്മകളെയൊക്കെ നോക്കി ഏതാ നല്ലത് ഏതാ ചീത്ത എന്നൊക്കെ നോക്കി നമ്മുടെ ബുദ്ധിയിൽ ജീവിക്കാം. अन्यथा हमारी आल बुद्धि के अनुसार हमारा आल प्राण का आवाज सुनकर आल भलाई और बुराई का आल पहचान लेकर हम खुद आल जीवन बिताओ। ഓക്കെ, അപ്പോൾ ആദ്യത്തെ ജീവിതമാണെങ്കിൽ, ആത്മാവിലുള്ള ജീവിതമാണെങ്കിൽ നമ്മുടെ രാജാവാര ദൈവം, ദൈവം പറയുന്ന മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. देखिए, आल पहले का जीवन कैसा जीवन है? वो आत्मा का जीवन है। तो ऐसे में हमारा राजा परमेश्वर है। പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ദൈവത്തെ ആവശ്യമില്ല, നമുക്ക് തന്നെ ജീവിക്കാം. लेकिन देखिए, दूसरा उपाय के अंदर हमारा जीवन में परमेश्वर का कोई आल जरूरत नहीं है। നല്ലത് ഏതാ ചീത്ത എന്നും മനസ്സിലാക്കിയാൽ മതി. केवल इतना ही काफी है कि हमको आल भलाई और बुराई का पहचान होना चाहिए। നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് ഷർട്ട് ഇടണം, നല്ലത് ഏത് ചീത്ത എന്ന് അറിഞ്ഞാൽ പോരെ? ദൈവം വല്ലതും വേണം?
सवेरे जब हम उठते हैं भलाई कौन सा है बुराई क्या है करके हमें केवल जानना जरूरी है, उसमें परमेश्वर की कोई जरूरत नहीं है। ഒരു കല്യാണം നല്ലതാണോ നല്ല ചെറുക്കനാണോ എന്ന് നോക്കാൻ ദൈവത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾക്കറിയാമല്ലോ നന്മയും തിന്മയൊക്കെ. അപ്പൊ രണ്ട് രീതിയിൽ ജീവിക്കാം. हम दो प्रकार का जिंदगी बिता सकते हैं और ऐसे में हमारा जीवन में परमेश्वर का कोई जरूरत नहीं है। കേൾക്കാൻ തടസ്സം ഉണ്ടാവുന്നുണ്ടോ? കണക്ഷന്റെ പ്രോബ്ലം സോറി അവിടുത്തെ കേൾക്കാൻ തടസ്സം ഉണ്ടാവുന്നുണ്ടോ? പാസ്റ്ററുടെ അവിടുത്തെ നെറ്റ് കണക്ഷൻ സ്ലോ ആണ്, അതുകൊണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ബസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷനിൽ നമുക്ക് ജീവിക്കാം. इस प्रकार हम दो उपाय का तरीके से हम जीवन बिता सकते हैं. ഇതിൽ ഏതാ എളുപ്പം? इसमें से कौन सा उपाय आसान है? തന്നെത്താൻ ജീവിക്കുന്ന എളുപ്പം. हम अपने आप जीवन बिताना आसान होता है, അതാ നമുക്ക് ഇഷ്ടം. वो हमारे लिए सबसे अच्छा भी लगता है. ഇങ്ങനെയുള്ള ജീവിതത്തെ മരണം എന്നാണ് വിളിക്കുന്നത്. मृत्यु का मतलब क्या है? मृत्यु का अर्थ क्या है? മരണം എന്നാണ് വിളിക്കുന്നത്. ദൈവം ഇല്ലാത്ത ജീവിതത്തെ നമ്മൾ മരണം എന്നാണ് വിളിക്കുന്നത്. जिस किसी के जीवन में परमेश्वर नहीं है, उस जीवन के लिए, उस अवस्था के लिए मृत्यु कहलाता है. കാരണം ജീവൻ എന്ന് പറയുന്നത് എന്താ? क्योंकि जीवन का मतलब क्या है? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചവനായ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ്. एक परमेश्वर को जानना है और उस परमेश्वर की ओर से भेजा हुआ यीशु मसीह को जानना ही अनंत जीवन है. ഓക്കെ. അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എന്താ? तो ऐसा है तो मृत्यु का मतलब क्या है? ദൈവത്തെ അറിയാതെ परमेश्वर की നന്മ जानकारी के തിന്മകളുടെ बगैर അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. अपना मनमानी के अनुसार जीवन बिताना वही है मृत्यु. ഓക്കെ. അപ്പോൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കിടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? तो इसलिए मृत्यु से जीवन की ओर प्रवेश होने के लिए हमको क्या करना है? हमें क्या चाहिए? എന്ത് വേണം? ആത്മാവ് വേണം. आत्मा चाहिए. സമ്മതിച്ചോ? അപ്പൊ നമ്മളെല്ലാരും മരിച്ചിരിക്കുമായിരുന്നു. കാരണം ആത്മാവ് ഫങ്ഷൻ ചെയ്യുന്നില്ല. ദൈവത്തിന്റെ ഒരു കാര്യവും ആത്മാവ് പറഞ്ഞു തരുന്നില്ല. നമ്മൾ ഡെഡ് ആയിരുന്നു. ऐसे में हम सभी लोग मर गए थे और हमारा आत्मा मर गया था. इसलिए परमेश्वर और हमारे बीच में बिल्कुल कनेक्शन नहीं था और परमेश्वर हमसे व्यवहार नहीं करता था. അപ്പൊ ദൈവത്തെ ആശ്രയിച്ചുള്ള ആ ജീവൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആത്മാവ് വേണം. तो अगर परमेश्वर के ऊपर भरोसा रखकर जीवन बिताना है तो हमारे अंदर क्या चाहिए? आत्मा चाहिए. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നന്മ തിന്മകളെ നോക്കി മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. अगर ऐसा नहीं है तो हम हमेशा हर समय बुराई और भलाई का पहचान के साथ जीवन बिताएंगे. നല്ല ഡ്രസ്, നല്ല ഫുഡ്, നല്ല പാസ്റ്റർ, നല്ല ചർച്ച്, നല്ല
അങ്ങനെ എല്ലാം നല്ലത് ചീത്ത അത് മുഴുവൻ നമ്മൾ അങ്ങനെ ആയിരിക്കും. तो हमेशा हमारा ദൈവത്തിന്റെ मन ഇഷ്ടം के നമുക്ക് अंदर അറിയത്തില്ല, കാരണം ആത്മാവിൽ हमारे अंदर ये विचार रहेगा, अच्छा कलीसिया, अच्छा पास्टर, अच्छा कपड़ा, अच्छा भोजन, इस प्रकार का आल विचारों में हम खोए हुए होकर जीवन बिताएंगे. ഓക്കെ, മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ ജീവൻ വരിക എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വരണം? ആത്മാവ് വരണം. तो अगर ऐसा है तो आल जीवन आल पाने का मतलब क्या है? जीवन प्राप्त करने का मतलब यही है कि परमेश्वर की आत्मा हमारे भीतर आया है. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം, ആത്മാവ് വരുന്ന എന്തിനാ? तो ऐसे में एक सवाल हम कर सकते हैं, ये आत्मा आने का मतलब क्या है? എന്തിനാ? ജീവൻ തരാനാ. आत्मा इसलिए आता है ताकि हमको जीवन प्रदान करे. ആത്മാവ് വന്നാൽ മാത്രമേ നമുക്ക് ജീവൻ ലഭിക്കുകയുള്ളൂ. तो ऐसा है तो आत्मा आए बिना हमको आल जीवन नहीं मिलेगा. നമ്മളിപ്പോ ജീവിക്കുന്നുണ്ട്, हम अभी जीवित है, जिंदा है, എന്ന് നമുക്ക് തോന്നുക. ऐसा लगता है. നമ്മൾ ശരിക്കും ജീവിക്കുന്നുണ്ടോ? क्या हम वास्तव में आत्मा में जीवित है क्या? നമ്മൾ ശരിക്കും നമ്മളിൽ ജീവനുണ്ടോ, അതോ നമ്മൾ പ്രാണൻ മാത്രമേ ഉള്ളോ? असल में हमारा अंदर ये जीवन है क्या, या हम प्राण से आल जीवित रहते हैं? ഒരു മനുഷ്യൻ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കാന്ന് വെച്ചോ, मानो एक आदमी ऐसे बेहोश होकर के पड़ा हुआ है. നിങ്ങൾ ആ മനുഷ്യനെ പോയി നാടി പിടി ഈ പൾസ് ഒന്ന് ചെക്ക് ചെയ്യാം. പൾസ് और उस बेहोश अवस्था में നിങ്ങളെ पड़ा മനുഷ്യന്റെ हुआ പൾസ് उस ഒന്ന് ചെക്ക് ചെയ്യാം. आदमी का आल पल्स आप चेक करने के लिए जाओ. പൾസ് ഇല്ല. लेकिन देखिए उसका शरीर में पल्स नहीं है. അപ്പൊ അതിനർത്ഥം എന്താണെന്നറിയോ? इसका मतलब क्या है? ദേഹാന്ത് പോകുക, അല്ലെ, മരിച്ചുപോയി. उसका मृत्यु हो गया, देहांत हो गया, ദേഹം തീർന്നു. उसका प्राण चला गया, मृत्यु हो गया. ഇനി ആ ദേഹം എഴുന്നേറ്റ് വരില്ല. अभी वापस वो जिंदा नहीं हो सकता है. ഓക്കെ, അപ്പൊ ദേഹത്തിന്റെ അവസാനമായി. तो इसका मतलब कि देह का अंत क्या है? നമ്മൾ സാധാരണ പറയുന്ന ജീവൻ പോയി, മലയാളികൾ മുഴുവൻ പറയുന്നു ജീവൻ പോയി. मलयाली लोग सभी लोग कहते हैं कि जीवन चला गया है. ജീവൻ നേരത്തെ ഇല്ലായിരുന്നു. क्या इससे पहले जीवन नहीं था? നേരത്തെ തന്നെ ജീവൻ ഇല്ലായിരുന്നു, പ്രാണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. इससे पहले भी उसमें जीवन नहीं था, केवल प्राण उसके अंदर था. വേദപുസ്തകം അനുസരിച്ച് ജീവൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനം അത് എല്ലാവർക്കും ഇല്ല. बाइबल के अनुसार, बाइबल की भाषा के अनुसार ये जीवन एक अलग चीज है. ये जीवन आल सबके पास नहीं है. ഓക്കെ, അപ്പോൾ ഈ ജീവൻ എന്താ വ്യത്യാസം? നമുക്ക് ജീവൻ ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? तो हम कैसे कह सकते हैं कि आल हमारे अंदर जीवन नहीं है? അതെങ്ങനെ പറയാൻ പറ്റും? യോഹന്നാന്റെ സുവിശേഷം हम कैसे कह सकते हैं? यूहन्ना की सुवार्ता 4-ാം വാക്യം, उसका 4वां अध्याय, യോഹന്നാൻ 1:4 വായിക്കാമേ, ഞാൻ വായിക്കാം. यूहन्ना का सुवार्ता 1:4. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഇൻ ഹിം വാസ് ലൈഫ്. उसमें जीवन था. ഓക്കെ, അപ്പൊ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? इसका मतलब क्या है? उसमें जीवन था. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അർത്ഥം നമുക്ക് ജീവൻ ഇല്ലായിരുന്നു. उसमें जीवन था, इसका मतलब क्या है? आल हमारे अंदर ये जीवन नहीं था. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. കർത്താവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 65 വർഷങ്ങൾക്ക് ശേഷം. देखिए इधर यूहन्ना जो है यीशु मसीह का परिचय दे रहा है. हमारे सामने यीशु मसीह का परिचय लेकर आ रहा है. कब? यीशु मसीह का पुनरुत्थान के लगभग 65 वर्ष के बाद.
എന്താ പറയുന്നേ? എങ്ങനെ പരിചയപ്പെടുത്തുന്നേ? वो किस प्रकार यीशु मसीह का परिचय दे रहा है? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. उसमें जीवन था. അങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഞാൻ അങ്ങനെ ആരെങ്കിലും പരിചയപ്പെടുത്തുവോ? क्या मैं इस प्रकार आल किसी और का परिचय देंगे? ഓ, ഞാൻ ഇന്നലെ ഒരാളെ കണ്ടായിരുന്നു കേട്ടോ, അവന് ജീവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും പരിചയപ്പെടുത്തും? क्या इस प्रकार मैं किसी का परिचय देंगे? आज सुबह आल मैं किसी से मिला था और उसमें आल जीवन था. അങ്ങനെ പരിചയപ്പെടുത്തുന്നില്ല. हम में से कोई भी इस प्रकार किसी का आल परिचय नहीं देंगे. കാരണം എന്താ? നമുക്കെല്ലാം ജീവൻ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നു. क्योंकि हम समझते हैं कि हम इसलिए जीवित है, जिंदा है, क्योंकि हमारे अंदर जीवन है. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, ഹലോ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, आज जिस बात के ऊपर मैं आपके साथ बात कर रहा हूं, ആത്മാവിലുള്ള ജീവനും നമ്മുടെ സ്വന്തം പ്രാണനിലുള്ള ജീവനും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതാണ്. आज रात्रि काल आल में आत्मा का जीवन और हमारा आल प्राण में जीवन, ये दोनों जीवन का अंदर फर्क के विषय में आल में बात कर रहा हूं. ഓക്കെ, എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. आइए हम देखते हैं आल इसमें फर्क क्या है, अंदर क्या है. യേശുവിന്റെ ജീവൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. यीशु मसीह का आल जीवन में क्या खासियत रहा है? അത് വെളിച്ചം പോലെയായിരുന്നു. वो ज्योति के समान था, ज्योति के समान था. ഓക്കെ, ഇപ്പൊ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താ? तो ऐसे में आल ज्योति का खासियत क्या है? തൊട്ടു താഴെയുള്ള വാക്യം उसके नीचे बताया गया है. और वो जीवन मनुष्यों की ज्योति था. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താ? ज्योति का खासियत क्या है? അടുത്ത വാക്യം, ज्योति अंधकार में चमकती है. ഇരുട്ടത്ത് അത് കൂടുതൽ കത്തും. देखिए, अंधकार के समय में ज्योति आल ज्यादा आल चमकता है, चमकती है. ഇരുട്ട് വിചാരിച്ചാലും അതിനെ തോപ്പിക്കാൻ പറ്റത്തില്ല. अंधकार कितना भी कोशिश करो, आल ज्योति को हरा नहीं सकता है. ഇങ്ങനെയായിരുന്നു യേശുവിന്റെ ജീവൻ. तो इस प्रकार आल यीशु का जीवन रहा है. യേശുവിനെ ആര് തല്ലിയാലും അടിച്ചാലും ക്രൂശിച്ചാലും ചീത്ത പറഞ്ഞാലും ഒന്നും യേശുവിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരത്തില്ല. आमीन. यीशु के खिलाफ लोग कुछ भी बोले, यीशु को मारो, पीटो, क्रूस पर चढ़ाओ, सब कुछ होने पर भी यीशु का स्वभाव में बिल्कुल फर्क नहीं आया है. ഒരിക്കലും മാറ്റം വരില്ല. कभी भी आल यीशु का स्वभाव में बदलावट नहीं आएगा. ഓക്കെ, പക്ഷേ നമ്മുടെ സ്വഭാവം, लेकिन हमारा स्वभाव कैसा है? നമ്മൾ പറയും, എന്നോട് സൂക്ഷിച്ച് സംസാരിച്ചോണം, എന്റെ സ്വഭാവം അത്ര നല്ലതല്ല. हम इस प्रकार आल कहेंगे, आल सावधानी से आल मुझसे बात करना है, मेरा स्वभाव इतना ठीक नहीं है, मैं दिखाऊंगा, मैं करके बताऊंगा. അപ്പൊ ഞാൻ എന്താ പറയുന്നറിയോ? तो आल मैं इस प्रकार आल क्या कह रहा है? कहने का मतलब क्या है? നിങ്ങളും വെളിച്ചമാണെങ്കിൽ ഞാനും വെളിച്ചോ. अगर आप ज्योति है तो मैं भी ज्योति हूं. പക്ഷെ ഇരുട്ടായാൽ ഞാനും ഇരുട്ടാ. सामने वाला अंधकार बनेगा तो मैं भी अंधकार बनूंगा. അതുകൊണ്ട് ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്ന സാധനമല്ല. हाँ, देखिए, आल उस आदमी के अंदर अंधकार में आल चमकने वाला ज्योति नहीं है. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞത്. उसने मेरे साथ इस प्रकार व्यवहार किया है, उल्टी सीधी बातें किया है, इसलिए आल में भी ऐसा कहा है. അപ്പൊ നമ്മുടെ ഈ വെളിച്ചം നമ്മൾ കാണിക്കുന്ന ഒന്നും നമ്മുടെ വെളിച്ചമല്ല, അത് മറ്റൊരാൾ പെരുമാറുന്നതിനോടുള്ള പ്രതികരണം മാത്രമാണ്. तो अगर ऐसा है तो आल जिस ज्योति को हम दिखाते रहते हैं वो असल में आल परमेश्वर का वचन के अनुसार चलने वाला ज्योति नहीं है, परंतु सामने वाले का प्रतिक्रिया के अनुसार आल दिखाने वाला ज्योति है.
ഇതാണ് ഈ രണ്ട് ജീവന്റെയും വ്യത്യാസം. यही है आल यीशु का जीवन और हमारा जीवन का फर्क. നിങ്ങളൊരു ഉദാഹരണം കണ്ടിട്ടുണ്ടോ? കർത്താവ് ഒരു ദിവസം യെരൂശലേമിലേക്ക് പോയപ്പോൾ അവന് വിശന്നപ്പോൾ അവൻ വഴിയിൽ ഒരു അത്തിമരം കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? हम आल उस घटना को जानते हैं. जब यीशु मसीह को भूख लगा था तो उन्होंने सड़क के किनारे एक अंजीर का पेड़ को देखा था. എന്ത് സംഭവിച്ചു? അപ്പോ तो उस समय क्या हुआ था? അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. देखिए, यीशु ने जब अंजीर का पेड़ की तरफ देखा है उसमें एक भी फल नहीं पाया है. യേശുവിന് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. यीशु को लेकिन बराबर भूख लग रहा था. പറഞ്ഞു ഇനി മേലിൽ നീ ആർക്കും ഫലം കൊടുക്കാതെ പോട്ടെ. तो यीशु आल उस दिन उस अंजीर का पेड़ को देखकर ये बोला, आयंदा आल तुम में से कोई भी आल फल ना खाने पाए. നിങ്ങൾ ഇത് വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് വിഷമം തോന്നിയിട്ടുണ്ടോ? आल ये घटना आल पढ़ते समय यीशु मसीह का आल स्वभाव और आदत के बारे में आपने सोचा है? അവിടെ ഒരു വാക്കോട് എഴുതി വെച്ചിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. हाल उधर ऐसा भी लिखा है कि उस समय वो समय जो है अंजीर का फल का समय नहीं था. ഞാൻ നിങ്ങളുടെ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? मैंने पहले आपके सामने एक उदाहरण रखा था. ഇങ്ങോട്ട് വെളിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വെളിച്ചം കാണിക്കുള്ളൂ എന്ന്. अभी मैंने कहा था अगर सामने वाला मेरी तरफ ज्योति दिखाएगा तो भी मैं सामने वाले की तरफ ज्योति दिखाऊंगा. നമ്മുടെ അന്തരീക്ഷം ശരിയല്ലെങ്കിൽ നമ്മൾ പെശകാന്ന്. हमारा वातावरण सही नहीं है तो आल हम बिगड़ जाएगा. അതായിരുന്നു അത്തിപ്പഴത്തിന്റെ കുഴപ്പം. यही है वो अंजीर का पेड़ का भी मामला. സീസൺ അല്ല, सीजन नहीं है, അതുകൊണ്ട് ഇപ്പൊ ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. तो इसलिए अभी आल वो अंजीर का पेड़ में एक भी फल नहीं है. ഇവന്മാരങ്ങ് പോട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ये लोग जाने दो, उसके बाद मैं दिखाऊंगा मैं किस प्रकार प्रार्थना करता हूँ. എന്റെ അമ്മായിമ്മ അങ്ങ് ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ എനിക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് ഫലമൊന്നുമില്ല. मेरा सासू माँ अभी आल जाने दो, उसके बाद मैं दिखाऊंगा मैं किस प्रकार प्रार्थना करता हूँ और काम करूंगा. പക്ഷെ ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, लेकिन आल परमेश्वर का स्वभाव कैसा है? സീസൺ ഉള്ളപ്പം പഴം ചോദിക്കില്ല. आल वो सीजन के दिनों में हमसे आल कोई भी फल नहीं मांगता है. ഈ സീസണിൽ പഴം ചോദിച്ചാൽ ഇത് ഏത് ജീവനാണെന്ന് മനസ്സിലാവില്ല. अगर आल सीजन में आकर हमसे कोई आल फल मांगेगा तो उसका खूबियत पता नहीं चलेगा. നമ്മൾ നല്ല സ്നേഹമായിരിക്കും, എന്ത് സ്നേഹമായിരിക്കും സീസണില്. सीजन के दिनों में अच्छे दिनों में आल दूसरों के साथ प्रेम में रहना, प्रेम करना बहुत आसान है. നിങ്ങളുടെ അയൽക്കാരുമായിട്ട് നിങ്ങൾ നല്ല സീസണിലാണെങ്കിൽ, अगर पड़ोसी के साथ अच्छा व्यवहार में है तो എന്തെല്ലാം പങ്കുവെക്കുന്ന കറി ഉണ്ടാക്കി കൊണ്ടുപോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കയറി ഇറങ്ങുന്നു. സീസൺ മാറിയല്ലോ. अच्छे दिनों में पड़ोसी के घर पर बार बार जाएंगे, जो कुछ अपने यहाँ बनता है सब्जी वगैरह वगैरह सब कुछ उधर पहुंच जाते हैं, बार बार आते जाते. लेकिन सीजन बदलने पर हम क्या करते हैं? നമ്മൾ അവരെ കണ്ണിന് കാണാൻ വേണ്ടി, പിന്നെ ആര് വന്നാലും പറയും ഞങ്ങളുടെ അയൽവക്കാർ ഭയങ്കര പ്രശ്നമാണ്. लेकिन अनसीजन में हम हमारा पड़ोसी के बारे में क्या बोलेंगे? वो एकदम खराब लोग है, एकदम बुरे लोग है, हम उनको नहीं जानते हैं. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാലും അവർക്കൂടെ കൊടുത്തേക്കാൻ തോന്നില്ല. उन दिनों में आल पड़ोसी के साथ हमारा कोई भी अच्छी वस्तुओं को बांटने के लिए हम तैयार नहीं होगा. കുഴപ്പം എന്താണെന്നറിയോ? समस्या क्या है? അത്തിപ്പഴത്തിന് സംഭവിച്ചത് എന്നെ കുഴപ്പം, എല്ലാം വെട്ടിപ്പറക്കി കർത്താവ് തീയിലിട്ട് കളയും. वो अंजीर का पेड़ के साथ जो हुआ है वही हमारे साथ होगा. परमेश्वर सब कुछ काट फूट कर आग में आल डाल दिया जाता है. ഇന്ന് ഭർത്താവ് വഴക്കുണ്ടാക്കിയതുകൊണ്ടല്ലേ നിങ്ങൾ വഴക്കുണ്ടാക്കിയത്? आज आज पति आल तुम्हारे साथ झगड़ा किया है, इसलिए आल तुम भी झगड़ा किया है. ഭാര്യ എന്തോ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം വന്നത്? आल पत्नी ने आल उल्टी सीधी कुछ बात बोला है, इसलिए तुमको इतना गुस्सा लगता है.
സീസൺ മാറിപ്പോയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഫലമില്ലാതെ പോയത്? आल सीजन आल बदलने के कारण आल तुम्हारा जीवन में ये फर्क आया है। അത് മതി നമ്മള് ജീവനിലല്ലാന്നറിയാൻ. इतना आल काफी है, हमको पता चलेगा हम परमेश्वर का आल जीवन में नहीं है। ഇതിന് നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. इसके लिए एक अच्छा उदाहरण मैं आपके सामने रखना चाहता हूँ। നമ്മുടെ കേരളത്തില് ഈ റോഡില് ലൈറ്റ് കാണും. ചിലപ്പോൾ റോഡിൽ इങ്ങനെ ലൈറ്റ് വെച്ചേക്കും, റെഡ് ലൈറ്റ് വൈറ്റ് ലൈറ്റ് ഒക്കെ റോഡിന് നടുക്കാണ്. हमारा केरला में इस प्रकार अलग सड़क के बीच में अलग अलग रंग का लाइट होता है। പക്ഷെ അതിന് ശരിക്കും ലൈറ്റ് ഇല്ല. നമ്മുടെ ലൈറ്റ് അടിക്കുമ്പോൾ അത് മിന്നുന്നതേ ഉള്ളൂ. लेकिन आल उसमें कोई लाइट नहीं है। हमारा गाड़ी का लाइट जो उसमें जाकर रिफ्लेक्ट होता है तो चमकने लगता है। ഈ വണ്ടികളുടെ പുറകിലൊക്കെ ചിലപ്പോൾ വെച്ചേക്കും റെഡ് സ്ട്രിപ്പ് ഒട്ടിച്ച് വെക്കും. गाड़ी का आल पीछे भी इस प्रकार आल लाल रंग का स्क्रिप्ट होता है। നമ്മൾ ലൈറ്റ് അടിച്ച് കാണിച്ചാൽ അത് മിന്നും, ലൈറ്റ് ഇല്ലെങ്കിൽ മിന്നില്ല. हम आल लाइट आलू चालू करने पर वो गाड़ी के पीछे वाला रेड स्क्रिप्ट जो है वो चमकने लगता है। ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം. इसी प्रकार हम लोग भी कई बार हमारी आल स्वभाव को प्रकट करते हैं। ആരെങ്കിലും നമ്മളെ നോക്കി ടോർച്ച് അടിച്ച് കാണിച്ചാൽ നമ്മൾ ചിരിച്ചു കാണിക്കും, അത്രേ ഉള്ളൂ. सामने वाला हमारी तरफ टॉर्च लगाएगा तो हम भी आल मुस्कुराकर दिखाएंगे। ഓക്കെ, എന്നാൽ വേറൊരു വെളിച്ചമുണ്ട്, ചന്ദ്രന്റെ വെളിച്ചം. लेकिन दूसरा एक ज्योति है, वो चंद्रमा का ज्योति है। ഇവിടെ നിങ്ങൾ എത്ര ഇരുട്ട് കൊണ്ടുവന്നാലും ചന്ദ്രൻ മുകളിലുണ്ടെങ്കിൽ അത് കത്തിക്കൊണ്ടിരിക്കും. इधर आप कितना भी अंधकार लेकर आओ, आपके आल सिर के ऊपर चंद्रमा है तो आल वो चमकते रहेगा। കാരണം അതിന്റെ വെളിച്ചം വേറൊരു വശത്തു നിന്നാണ് വരുന്നത്. क्योंकि उसका चमक जो है, उसका ज्योति जो है दूसरी आल दिशा से आता है। ആ സൂര്യൻ അവിടെ ഉള്ളിടത്തോളം കാലം ഇത് ലൈറ്റ് കൊടുത്തോണ്ടിരിക്കും. ओ जब तक आल सूरज वहां पर है, ये चांद आल प्रकाश देते रहेंगे। ഭൂമിയിൽ എത്ര ഇരുട്ടാണെങ്കിലും അവിടെ വെളിച്ചം വന്നുകൊണ്ടിരിക്കും. पृथ्वी में आल कितना भी भयंकर अंधकार क्यों न हो, आल चंद्रमा वो प्रकाश देते रहेंगे। അതുപോലെയാണ് വിശ്വാസിയുടെ ജീവൻ. इसी प्रकार है विश्वासी का जीवन। അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ജീവനുണ്ട്. परमेश्वर की ओर से प्राप्त करने वाला एक जीवन है। ഇവിടെ എന്ത് സംഭവിച്ചാലും ആ ജീവൻ ഒരു മാറ്റം ഉണ്ടാവില്ല. ओ इधर कुछ भी होने पर आल वो जीवन आल खत्म नहीं होता, नष्ट नहीं होता। നമുക്ക് സ്നേഹം കുറഞ്ഞു പോവില്ല. हमारा प्रेम खत्म नहीं होता। കൂടുതൽ കൂടുതൽ സ്നേഹം ഉണ്ടാവും. हमारे जीवन में आल प्रेम आल बढ़ता जाएगा। അല്ലെ, നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കി, ഇപ്പൊ നിങ്ങൾ ആരും ശ്രദ്ധിക്കില്ല, പക്ഷെ ഇരുട്ടത്തൊന്ന് ഓൺ ചെയ്ത് എല്ലാരും ശ്രദ്ധിക്കും. അപ്പൊ വെളിച്ചം എപ്പോഴും ഇരുട്ടിനകത്താണ് നല്ല പോലെ പ്രകാശിക്കുന്നത്. देखिए आल अभी आपका हमारा मोबाइल फोन आल अंधकार में आल चालू करके देखो, सभी लोग आल नजर डालेंगे तो इसी प्रकार आल अंधकार में आल ये ज्योति चमकता है, जीवन चमकता है। അപ്പൊ ദൈവത്തിന്റെ ജീവൻ കൊണ്ട് ജീവിക്കുന്ന അങ്ങനെയാണ്. അത് നിലനിൽക്കുന്ന ഫലമാണ്. കാലാവസ്ഥ മോശമായാലും സീസൺ മോശമായാലും ഇത് ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ദൈവത്തിന്റെ ജീവന്റെ പ്രത്യേകത. तो कहने का तात्पर्य यह है कि परमेश्वर का जीवन का खासियत यह है कि वो सीजन में अनसीजन में आपको और मुझको आल फलदायक बनाएगा और हमारा फल आल कायम रहेंगे। ഓക്കെ, അപ്പോൾ ഈ ജീവൻ എങ്ങനെ കിട്ടും? तो ऐसे में ये जीवन हम कैसे प्राप्त करेंगे? കർത്താവ് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഈ ജീവൻ തരാവുന്ന ജീവൻ ആർക്കെങ്കിലും വേണോ? ഈ ജീവൻ വേണോ? क्योंकि यीशु मसीह ने वायदा किया था, मैं सबको आल ये जीवन दे दूंगा, प्रदान ഏത് करूंगा। ജീവനാ? ഇരുട്ടിന് കീഴടക്കാൻ പറ്റാത്ത ജീവൻ. वो हाल ऐसा जीवन आल जिसके ऊपर अंधकार प्रबल नहीं हो सकता है। ഇങ്ങോട്ട് ആളുകൾ ഉപദ്രവിക്കുമ്പോഴും അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്ന അണഞ്ഞു പോകാത്ത ജീവൻ. आमीन। आल सामने वाला हमारे खिलाफ आल काम करता है, उपद्रव करता है, परंतु हमारा मन में आल बदले का भावना आल उत्पन्न ना करते हुए हमको चलाने वाला जीवन। ഏറ്റവും വലിയ ശത്രുവായ ഒരു ഭരണാധികാരിയോടാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ എതിരാളിയോടാണെങ്കിൽ പോലും സ്നേഹം തോന്നുന്ന ആ ഒരു ജീവൻ.
ओ हमारा दुश्मन कितना भी भयंकर क्यों न हो, कितना भी दुष्ट क्यों न हो, आल उसके प्रति भी हमारा आल मन में, भावनाओं में आल प्रेम पैदा करने वाला जीवन और ज्योति. ഓക്കെ, ആ ജീവനാണ് കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. वो हाल हमारा प्रभु यीशु मसीह ये जीवन हाल हमारे लिए प्रतिज्ञा किया है, वायदा किया है. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നത്. और इस प्रकार हम परमेश्वर का संतान बनते हैं. നമ്മൾ എങ്ങനെ നമ്മൾ ആദമിന്റെ മക്കളായത് എങ്ങനെ? നമ്മുടെ അപ്പന്റെ അമ്മയുടെ മക്കളായതിന് हम किस प्रकार आदम और हव्वा का या एक माता पिता का संतान बन गया था? അവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചുകൊണ്ടാ. क्योंकि हम उनमें से जीवन को प्राप्त किया है. ദൈവത്തിന്റെ മക്കളാകുന്നത് എങ്ങനെ? तो ऐसे में हम परमेश्वर का संतान कैसे बनते हैं? ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചുകൊണ്ടാ. तो परमेश्वर की ओर से जीवन आल प्राप्त करने से हम परमेश्वर का संतान बनते हैं. അപ്പൊ നമ്മുടെ ഉള്ളിൽ അവന്റെ ജീവൻ ഉണ്ടെങ്കിലേ നമ്മൾ അവന്റെ മക്കളായിട്ടുള്ളൂ. तो अगर ऐसा है तो परमेश्वर का जीवन हमारे अंदर है तो भी हम परमेश्वर का संतान कहलाएगा. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയാൽ മാത്രം പോരാ. हाल केवल हमारा हाल पापों से छुटकारा पाना काफी नहीं है. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമുക്കൊരു ജീവൻ, ദൈവത്തിന്റെ ജീവൻ ഉണ്ടാകണം. वो आत्मा हमारे भीतर आकर परमेश्वर का जीवन हमारे अंदर आल क्रियाशील होना चाहिए. ആ ജീവൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നത്. तो ऐसे में आल हम परमेश्वर का संतान कहलाएंगे. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. यीशु मसीह का जीवन, यीशु मसीह का जीवन, यीशु मसीह का जीवन हमारे में है तो हम परमेश्वर का संतान कहलाएगा. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എങ്ങനെ ദൈവത്തിന്റെ മക്കളാകാം? പിന്നെ യോഹന്നാൻ പറയുന്നത് അതിനെ കുറിച്ചാണ്. अगर ऐसा है तो हम किस प्रकार आल परमेश्वर का संतान बनेंगे, इसके विषय में यूहन्ना ने क्या कहा है? ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 1:12. यूहन्ना 1:12. परंतु जितनों ने उससे ग्रहण किया उसने उन्हें परमेश्वर की संतान होने का अधिकार दिया, अर्थात उन्हें जो उसके नाम पर विश्वास रखते हैं. അപ്പോൾ എന്തെല്ലാം ചെയ്യണം? परमेश्वर का आल संतान बनने के लिए हमें आल क्या क्या करना है? അവനെ കൈക്കൊള്ളണം, यीशु मसीह को ग्रहण करना है പിന്നെ അവന്റെ നാമത്തിൽ വിശ്വസിക്കണം, और उसके नाम पर विश्वास करना है. അങ്ങനെ ചെയ്താൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറും. अगर हम ऐसा करेगा तो हम परमेश्वर का संतान बनेगा. നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? आप में से कितने लोग यीशु मसीह को अपने हृदय में आल स्वीकार किया है? എങ്ങനെ സ്വീകരിച്ചേ പറയണ്ട, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. आपने आल किस प्रकार यीशु मसीह को आपका हृदय में बुलाया है? जवाब देने की जरूरत नहीं है, आप मेरी बातों को आल ध्यान से सुनिए. എങ്ങനെയാണ് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്? യേശുവിനെ എങ്ങനെ സ്വീകരിക്കുന്നത്? यीशु मसीह को हमारा दिल में हम कैसे बुलाएंगे? സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, സാധാരണഗതിയിൽ ആളുകൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, आमतौर पर आल लोगों के जीवन में एक गलतियां होता है. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെയറൊക്കെ കൊടുത്ത് ഇരുത്തി പൂജിക്കുന്ന ഒരു വിഗ്രഹം പോലെയാണ് സങ്കല്പിച്ചത്. काफी लोग इस प्रकार सोचते हैं कि यीशु मसीह के लिए हमारा दिल में एक कुर्सी रखेंगे और उस कुर्सी के ऊपर यीशु मसीह को रखकर पूजा करने का. ഓക്കെ, അങ്ങനെയല്ല യേശു നമ്മൾ സ്വീകരിക്കുന്നത്. इस प्रकार यीशु मसीह को स्वीकार नहीं करने का. അതൊരു വിഗ്രഹം പോലെ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആളല്ല യേശു. तो यीशु मसीह एक मूर्ति के समान हमारा हृदय में रहने वाला नहीं है.
അപ്പൊ നമ്മൾ പലപ്പോഴും സങ്കല്പിക്കുന്ന കർത്താവിന്റെ ഹൃദയത്തിൽ വന്നിങ്ങനെ ഇരിക്കുവാന്ന. और कई बार लेकिन हम लोग संकल्प करते हैं कि यीशु मसीह इस प्रकार एक कुर्सी के ऊपर हमारी आल हृदयों में विराजमान होता है. അതൊരു ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ये एक बहुत बड़ा एक गलत फहमी है जो हमारे आल समाज के लोगों में हुआ था. വേറൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന യേശുക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ താടിയും മുടിയും ഒക്കെ ഉള്ള ഫോട്ടോയിൽ കാണുന്ന യേശുക്രിസ്തുവാണ് വന്നിരിക്കുന്നത് പല ആൾക്കാർക്ക്. इस प्रकार क्या होता है कि हमारा दिल के अंदर वास किया हुआ ये यीशु मसीह का चेहरा देखो, बराबर मूंज और दाढ़ी वाला यीशु मसीह है. യേശു അങ്ങനൊന്നല്ല ഇപ്പൊ ഇരിക്കുന്നേ. यीशु का रूप, यीशु का दृश्य इस प्रकार नहीं है. യേശുവിനെ ഇപ്പൊ നമ്മൾ കണ്ട ബോധം കെട്ട് താഴെ വീഴും, നമ്മൾ തേജസ് ഇല്ലാതെ അവനെ നോക്കിയാ. आमीन. यीशु को अगर अभी हम हमारी नेत्रों से इस समय देखेगा तो हम बेहोश होकर गिर पड़ेंगे. आमीन. ആ ആള് നമ്മുടെ ഹൃദയത്തിനകത്തോട്ടൊന്നും ഇരിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കി. ഏതെങ്കിലും പിക്ചറൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വെക്കാൻ പറ്റുള്ളൂ. आमीन. हमारी आल संकल्प में, हमारी इमेजिनेशन में रहने वाला यीशु नहीं है. महिमामय अवस्था में रहने वाला यीशु मसीह हमारी आल दिलों में रहता है, वास करता है. उसके बारे में आल सोच कर देखो. അപ്പൊ യേശുവിനെ ശരിക്കും നമ്മൾ കാണാൻ പോവാ. देखिए आल आगे हम यीशु मसीह का असली रूप हम आल देखने वाला है. അതിനു വേണ്ടി ദൈവം നമുക്ക് വലിയൊരു തേജസ്സിനെ തന്ന് അവനെ പോലെ ആക്കും, അല്ലെങ്കിൽ നമ്മളെല്ലാം ബോധം കെട്ടി കത്തുപോകും. आमीन. हम यीशु मसीह को भविष्य में देखेंगे, देखने वाला बन जाएंगे. और इस प्रकार यीशु मसीह को देखने के लिए आल परमेश्वर क्या करेगा, हमको महिमामय बनाएगा. മനസ്സിലായോ? അപ്പൊ നമുക്ക് മഹിമയില്ലാതെ കർത്താവിനെ കാണാൻ പറ്റില്ല. ഈ കർത്താവ് എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നേ? तो अगर ऐसा है तो उस महिमा के बिना हम परमेश्वर को, यीशु मसीह को देख नहीं सकते हैं. तो ऐसे में ये यीशु मसीह हमारा दिल में कैसे वास करता है? ആത്മാവായിട്ടാ വരുന്നത്. यीशु मसीह हमारा मन में आत्मा बनकर आ गया है. അവന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. यीशु मसीह की आत्मा हमारे अंदर रहता है. കർത്താവ് സ്വർഗത്തിൽ തേജസ്സോടെ ഇരിക്കുകയാണ്. क्योंकि हमारा प्रभु यीशु मसीह स्वर्ग में वो तेजोमय अवस्था में रहता है. അവന്റെ ആത്മാവ് വന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ച് അവന്റെ ജീവൻ നമ്മളിലേക്ക് പകരുക ചെയ്യുന്നത്. परंतु उसकी आत्मा हमारे भीतर आकर रहकर उसकी जीवन हमें प्रदान करता है. അല്ലാതെ ഒരു ഫോട്ടോ ആയിട്ട് കർത്താവിന്റെ ഹൃദയത്തിലോട്ട് ഒന്ന് കയറി ഒരു കസേരയിൽ ഇരിക്കുവല്ല. एक फोटो बनकर, एक फोटो का रूप बनकर एक कुर्सी में विराजमान होकर यीशु मसीह मेरे भीतर नहीं रहता है. കർത്താവ് നമ്മിൽ വസിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവന്റെ ജീവൻ നമുക്ക് ലഭിക്കുന്നു എന്നാണ്. അവൻ നമ്മളിലൂടെ ജീവിക്കുന്നു എന്നാണ്. यीशु मसीह मुझ में वास करता है, इसका मतलब क्या है? उसकी आत्मा मुझ में रहकर मेरे द्वारा यीशु मसीह का जीवन आल कार्यरत होता है. അങ്ങനെ अല്ലാതെ നമ്മൾ യേശുവിനെ കണ്ടെന്നോ യേശുവിന്റെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. अन्यथा हम मैंने यीशु को देखा है या यीशु को अनुभव किया है, इस प्रकार आल बात करने से कोई फायदा नहीं है. ഓ ഞാൻ 20 വർഷം മുമ്പ് യേശുവിനെ സ്വീകരിച്ചതാ ബ്രദറെ. നോ വേ. അവന്റെ ജീവൻ നിങ്ങളിൽ വസിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. हम इस प्रकार कहेंगे ब्रदर पास्टर मैं 20 साल पहले यीशु मसीह को ग्रहण किया है, अच्छी बात है, परंतु यीशु मसीह का जीवन हमारे अंदर नहीं है तो कोई फायदा नहीं है. അവൻ നമ്മുടെ ഉള്ളിൽ അവന്റെ ജീവൻ ഉണ്ടാക്കുന്നതിനാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. यीशु मसीह का जीवन हमारे आल जीवन में हमारे भीतर उत्पन्न करने का वो प्रक्रिया को नया जन्म कहलाता है. അങ്ങനെ യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാവും. और इस प्रकार जब यीशु मसीह का जीवन हमारे अंदर आता है हम परमेश्वर का संतान बन जाता है. അപ്പൊ എങ്ങനെ അവനെ കൈക്കൊള്ളുന്നത്? तो हम ऐसा है तो यीशु मसीह को कैसे ग्रहण करेंगे? അവനെ കൈക്കൊണ്ട്
जितनों ने उसको ग्रहण किया। അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ. जितनों ने उससे ग्रहण किया और उसके नाम पर विश्वास किया। അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വസിക്കുമ്പോൾ इस प्रकार यीशु मसीह का जीवन हमारे भीतर होता है, നമുക്ക് ദൈവ മക്കളാകാനുള്ള അധികാരമുണ്ട്. हमें आल परमेश्वर का संतान बनने का अधिकार मिलता है, കാരണം അത് പുത്രന്റെ ജീവനാണ്. क्योंकि वो परमेश्वर का पुत्र का जीवन है। മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ എങ്ങനെയാണ് കൈക്കൊള്ളുന്നത്? അവന്റെ ആത്മാവിനെ പ്രാപിക്കുവാണ്. यीशु मसीह को हम कैसे ग्रहण करते हैं? उसकी आत्मा के द्वारा। അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. वो जितनों ने उससे ग्रहण किया उसने उन्हें परमेश्वर की संतान होने का अधिकार दिया। അതെങ്ങനെ അല്ലാന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. वो कैसे नहीं है करके आने वाला पद में लिखा हुआ है। രക്തത്തിൽ നിന്നല്ല. वे ना तो लहू से, രക്തത്തിൽ നിന്ന് ആരുടെ ജീവൻ ഉണ്ടാവുള്ളൂ? लहू से हमारे भीतर किसका जीवन आएगा? അപ്പന്റെ അമ്മയുടെ ജീവൻ ഉണ്ടാവുള്ളൂ. केवल हमारा माता पिता का जीवन प्रवेश हो सकता है। അതുകൊണ്ട് എന്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയിരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ജീവൻ ഉണ്ടാവില്ല, അപ്പന്റെ അമ്മയുടെ ജീവൻ ഉണ്ടാവുള്ളൂ. वो मेरा माता पिता क्रिश्चियन हूं इसलिए मैं भी परमेश्वर का संतान बन जाऊंगा और मुझ में परमेश्वर का जीवन कार्य करेगा, इस प्रकार कहने से कोई मतलब नहीं है। പക്ഷെ ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് തരാൻ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ, അപ്പനമ്മമാർക്ക് പറ്റില്ല. लेकिन देखिए यीशु मसीह का जीवन हमें केवल आल परमेश्वर दे सकता है, परमेश्वर की आत्मा दे सकता है। അതുകൊണ്ട് രക്തത്തിൽ നിന്നല്ല എന്ന് പറയുന്നു. इसलिए लिखा है वे ना तो लहू से। ഇനി രണ്ടാമത്തെ രസമാണ്, അതിലും രസമാണ്, ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല. आगे लिखा हुआ है न शरीर की इच्छा से। ഈ ശരീരത്തിന്റെ ഇച്ഛ എന്തോ? शरीर की इच्छा क्या है? നന്മ തിന്മകൾ. बुराई और भलाई का पहचान। അല്ലെ, നന്മ തിന്മയുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? भलाई और बुराई का पहचान का व्यवस्था में हम लोग जीवन बिताते हैं। ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, कुछ लोग इस प्रकार कहते हैं, ഞാൻ സുവിശേഷം കേട്ടപ്പോൾ, जब मैंने सुवार्ता सुना, നിങ്ങൾ വിഷമിക്കരുത് ഞാനിത് പറയുമ്പോൾ, പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, तो मेरी बातों को सुनकर आपको दुखने लगना। ഞാൻ സുവിശേഷം കേട്ടപ്പോൾ ഒരു തീരുമാനമെടുത്തു. जब मैंने सुवार्ता सुना था इस प्रकार एक निर्णय लिया। എന്ത് തീരുമാനം എടുത്തത്? कैसा निर्णय लिया? ഇത് കൊള്ളാം, ये बहुत बढ़िया है, बहुत अच्छी बात है। ഇത് എവിടുന്ന് വന്ന തീരുമാനം? നന്മ തിന്മകൾ. ये फैसला, ये निर्णय आपके अंदर कहां से आया है? बुराई और भलाई का पहचान से आया है। ഒരു ഞെട്ടിപ്പിക്കുന്ന രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. लेकिन आपको घबराने वाला एक रहस्य मैं बताना चाहता हूं। നിങ്ങൾക്ക് തീരുമാനം എടുത്ത് രക്ഷിക്കപ്പെടാൻ പറ്റില്ല. आप आल निर्णय लेने से उद्धार नहीं पा सकता है। അത് ജഡത്തിന്റെ ഇഷ്ടം. वो शरीर की अभिलाषा है। ശരീരത്തിൽ ഒരു തീരുമാനം എടുത്തു, ബുദ്ധിയിൽ ഒരു തീരുമാനം എടുത്തു, രക്ഷിക്കപ്പെട്ടേക്കാം, നടക്കില്ല. आपका बुद्धि में या शरीर में आप निर्णय ले लो, मैं उद्धार पाऊंगा, उद्धार को स्वीकार करूंगा, कदापि नहीं हो सकता है। ഇന്നേ വരെ ലോകത്തിൽ ഏതെങ്കിലും കൊച്ച് തീരുമാനം എടുത്ത് ജനിച്ചിട്ടുണ്ടോ? आज तक आल दुनिया में कोई भी बालक बालिका आल फैसला लेकर जन्म लिया है क्या? ഒരു കൊച്ചു തീരുമാനിക്കുകയാണ്, ജനിച്ചേക്കാം, ഏതപ്പം വേണം, അന്ന് ഇയാളുടെയും അവരുടെയും മോനായിട്ട് ജനിച്ചേക്കാം, ഇങ്ങനെ തീരുമാനം എടുത്ത് ജനിച്ച ആരെങ്കിലും ഇരിപ്പുണ്ടോ? आल जरा कल्पना करके देखो, आल एक बालक बालिका इस प्रकार सोचते हैं, वो फलाना आदमी, वो फलाना व्यक्ति मेरा माता पिता होंगे और मैं उस परिवार में जन्म लूंगा, ऐसा कोई भी बालक बालिका आज तक जन्म हुआ है क्या? നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ദൈവം തന്നായിരുന്നെങ്കിൽ എവിടെ പോയി ജനിച്ചാലും നമ്മള്? अगर ऐसा चॉइस परमेश्वर हमारा जीवन में दिया होता तो आप कहाँ जन्म लिया होता? അതുപോലെ മക്കള് ജനിക്കുന്നത് മക്കള് തീരുമാനം എടുത്തിട്ടല്ല, അപ്പനും അമ്മയും തീരുമാനം എടുത്തിട്ടാണ്.
तो इसी प्रकार हमारा घरों में, परिवारों में आल बाल बच्चों का जन्म उनकी आल माता पिता या बच्चों का निर्णय के ऊपर नहीं हुआ है। ഒരു വീട്ടിലൊരു കുഞ്ഞുണ്ടാകുന്നത് അപ്പനും അമ്മയും തീരുമാനിക്കുമ്പോഴാണ്. एक परिवार के अंदर एक बाल बच्चे का जन्म आल माता पिता का निर्णय के ऊपर होता है। എന്നാൽ ദൈവത്തിന്റെ മക്കൾ എങ്ങനെ ഉണ്ടാകുന്നേ? लेकिन आल परमेश्वर का संतान कैसे जन्म लेता है? മക്കൾ തീരുമാനിച്ചല്ല ഉണ്ടാകുന്നത്. आल बाल बच्चों का निर्णयों के ऊपर ये पूरा नहीं होता है। രക്തത്തിൽ നിന്നല്ല, वे ना लहू से, ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല, ना शरीर की अभिलाषा से, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, ना पुरुष की इच्छा से, ദൈവത്തിൽ നിന്ന് അത്രയേ ജനിച്ചത്. वो परमेश्वर से आल जन्म लिया है। അപ്പൊ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവന്റെ ആത്മാവിനെ അവൻ അയക്കണം. अगर हम परमेश्वर का आल संतान है तो आल परमेश्वर हमारी और उसकी आत्मा को भेजना चाहिए। അങ്ങനെ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാണ് ദൈവത്തിന്റെ മകൻ. और इस प्रकार आल ऊपर से आल जन्म लिया हुआ व्यक्ति आत्मी आल परमेश्वर का संतान कहलाता है। അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? अगर ऐसा है तो രക്ഷപ്പെടാൻ क्या പറ്റില്ല. करना है? രക്തത്താലാവില്ല, ना लहू से, പക്ഷെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. लेकिन परमेश्वर ने एक बात कहा है। അവനെ വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് നമ്മളെ അവൻ ഉറപ്പായിട്ടും രക്ഷിക്കും. जितने लोग परमेश्वर का नाम लेगा सचमुच है परमेश्वर को उनको ग्रहण करेंगे और उनको उद्धार देगा। ഇവിടെ എന്താ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്? अगर ऐसा है तो इधर हमको क्या पुकारना है? कौन सी बात पर पुकारना है? നമ്മൾ സുവിശേഷം കേൾക്കുമ്പോ जब हम सुसमाचार सुनते हैं നമുക്ക് ഭയങ്കരമായ സുബോധം ഉണ്ടാകുന്നു, കണ്ണു തുറക്കുന്നു. हमारे अंदर हम होश में आ जाते हैं और हमारी आंख खुल जाता है। ഞാൻ എത്ര വലിയ പാപിയാണെന്ന് മനസ്സിലാവുന്നു. मैं कितना महान पापी है करके वो एहसास मुझ में होता है। കർത്താവേ എന്നെ ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നു. और हम प्रभु से आल प्रार्थना करने लगते हैं कि परमेश्वर आप मुझे इस भयंकर पापों से बचाओ। അവൻ രക്ഷപ്പെടാതിരിക്കില്ല. अगर ऐसा प्रार्थना करेगा तो वो व्यक्ति आत्मी उद्धार पाएगा। കാരണം രക്ഷയെ ആരെല്ലാം കാക്ഷിക്കുന്നുവോ അവനെ ദൈവം അതിലാക്കും. क्योंकि आल जितने लोग उद्धार की आकांक्षा रखते हैं परमेश्वर उन सबको उसमें लेकर आता है। പക്ഷെ രക്ഷ കാക്ഷിക്കണമെങ്കിൽ പോലും ദൈവത്തിന്റെ കൃപ ഇല്ലാതെ പറ്റത്തില്ല. लेकिन उद्धार के विषय में हमारा जीवन में एहसास होना है तो भी आल पवित्र आत्मा का काम होना जरूरी है। അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് നമ്മളെല്ലാം ജനിച്ചത്. तो आल कहने का तात्पर्य यह है कि परमेश्वर की इच्छा के अनुसार हमारा नया जन्म संभव हुआ है। പിതാവ് നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ചതാണ്. वो पिता परमेश्वर हम सबों को यीशु मसीह के द्वारा जन्म दिया है। അപ്പൊ എങ്ങനെ നമ്മൾ കർത്താവിന്റെ മക്കളായി മാറുന്നത്? तो अगर ऐसा है तो इधर सवाल उठता है कि हम कैसे आल परमेश्वर का संतान बनता है। നമുക്ക് കർത്താവിന്റെ ഇന്ന് മുതൽ ഞാൻ നിന്റെ മകനാണെന്ന് പറയാൻ നടക്കില്ല. हम इस प्रकार ऐलान करने से आल थोड़ी होता है। കർത്താവിന്റെ ഇങ്ങനെ ചോദിക്കാം. हम प्रभु से आल पूछ कर देंगे, കർത്താവേ നിന്റെ ആത്മാവിനെ തന്ന് എന്നെ നിന്റെ മകനായി ജനിപ്പിക്കണമേ എന്ന് നിലവിളിക്കാം. हम प्रभु से आल प्रार्थना करें, हे प्रभु आपकी आत्मा मुझ में देकर आप मुझे आपका संतान बनाओ। അത് പാപത്തിൽ നിന്ന് വളരെ ആഴമുള്ളൊരു മാനസാന്തരം ഉണ്ടായാലേ അങ്ങനെ കരയാൻ പറ്റുള്ളൂ. तो इस प्रकार आल कौन आल चिल्ला सकता है, रो सकता है पाप के विषय में? आल गहराई में सांस रखने वाला इस प्रकार आल प्रार्थना करेगा। കുഞ്ഞു കുഞ്ഞു പാപികളൊക്കെ വിചാരിക്കും നാളെ കൊണ്ട് ഞാൻ നന്നായിക്കോളാം എന്ന് വിചാരിക്കും. तो बड़े बड़े आल पापी लोग इस प्रकार सोचते हैं आने वाला कल तक मैं ठीक हो जाऊंगा। ചോട്ടെ ചോട്ടെ പാപികൾ. हाँ, छोटे छोटे पापी लोग।
വലിയ വലിയ, അതായത് ഞാൻ എന്നെ നോക്കുമ്പോ എന്നെ വലിയൊരു പാപിയായിട്ട് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എന്റെ ദൈവമേ ഞാൻ വിചാരിച്ചത് നന്നാവില്ല, എന്റെ കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് തോന്നണമെങ്കിൽ ഞാൻ എന്റെ പാപത്തിന് വളരെ ആഴത്തിലുള്ളൊരു മാനസാന്തരം ഉണ്ടാവും. आमीन। मेरा आल पाप के विषय में आल मेरी आल दिल के अंदर बहुत बड़ा गहरा एहसास होने पर मेरे अंदर वो विचार आएगा, हे प्रभु आल केवल तू ही आल मुझे बचा सकता है। മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ എപ്പോഴും കർത്താവിന്റെ കൂടെ ആയിരിക്കും. और इस प्रकार आल प्रभु की आत्मा हमारे भीतर आने से लगातार निरंतर आल परमेश्वर हमसे व्यवहार करेंगे। ഓക്കെ, അപ്പൊ എങ്ങനെ ദൈവിക ജീവൻ ഉണ്ടാകുന്നത്? तो मैं आल पूछना चाहता हूं, अगर ऐसा है तो आल परमेश्वर का जीवन कैसे होता है? എങ്ങനെ നമ്മൾ വീണ്ടും ജനിക്കുന്നേ? हम किस प्रकार आल नया जन्म पाया है? യേശുക്രിസ്തുവിന്റെ ഒരു ഫോട്ടോ ഹൃദയത്തിനകത്ത് വരുന്നതല്ല. यीशु मसीह का एक फोटो आपके और मेरे मन में आने से नहीं, അവന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വന്ന് അവന്റെ ജീവൻ എനിക്ക് ജീവിക്കാൻ കിട്ടുന്നതാണ്. उसकी आत्मा मुझ में आकर उसके द्वारा आल में परमेश्वर का जीवन प्राप्त करता है। മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करें। ഈ ജീവൻ എങ്ങനെ നമ്മൾ പ്രാപിക്കുന്നുള്ള കാര്യം നമ്മൾ നാളെ വിശദമായിട്ട് കാണാം. നമുക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാം. कल शाम की हमारा सेशन में हम विस्तार से सुनेंगे कि हम किस प्रकार इस आल जीवन को प्राप्त करेंगे। अभी फिलहाल हम प्रार्थना करेंगे। ഓക്കെ, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. आइए हम एक पल प्रार्थना करें, एक पल हम प्रार्थना करें। പിതാവേ, ഞങ്ങളുടെ ഈ വികൃത സ്വഭാവത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിച്ച് പുത്രന്റെ ആത്മാവിനെ നൽകി ഞങ്ങൾ അവിടുത്തെ മക്കളാക്കി മാറ്റി കർത്താവെ തേജസ്സിൽ ഞങ്ങളെ നിർത്തുവാൻ അങ്ങ് തീരുമാനിച്ചതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങേക്ക് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ പുത്രന്റെ ജീവൻ ജീവിക്കുവാൻ, ആ ജീവൻ ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ സമയത്തും അനുഭവപ്പെടുവാൻ, ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ദൈവമേ അങ്ങേ ഞങ്ങളുടെ ജീവനായി തന്നെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം, ആ ജീവനിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen, amen. Praise the Lord. हालेलुया। परमेश्वर का आल वचन आल विस्तार से आज रात्रिकाल सुनने के लिए, सीखने के लिए प्रभु ने अवसर दिया है। परमेश्वर का दास को आज रात्रिकाल हमारे बीच में लेकर आया। एक अच्छा विषय है, अच्छा एक टॉपिक है। आज रात्रिकाल आल उन्होंने आल शुरू की